ശിവൻ ബോധവും പാർവതി ശക്തിയുമാണ്. അതെ. ബോധം മാത്രം നിലനിന്നാൽ പോരാ, ബോധത്തിന് പ്രവർത്തനത്തിലോട്ട് വരാൻ വേണ്ടി ശക്തിയുടെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും. ശക്തി ഫെമിനിൻ എനർജിയാണ്, സ്ത്രീയാണ് ശക്തി. അതെ. ഈ സങ്കല്പത്തിലാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഈ സങ്കല്പം വളരെ റിയലാണ്. ഇവിടെ ചെയ്യുന്നൊരു തെറ്റെന്താ? ഒരു കുടുംബത്തിൻ്റെ അകത്ത് ഒരാൾ മാത്രം സ്പിരിച്വലാവും, മറ്റാൾ സ്പിരിച്വാലിറ്റിയാണ് ഒരു ബന്ധമില്ലാതെ ഒരു നിൽക്കാം. ഓക്കെ, ഇനി സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ദൈവവിശ്വാസമല്ല, പ്രാർത്ഥനയുമല്ല, അത് തെറ്റിദ്ധരിക്കരുത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ബോധത്തെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ക്ലിയർ ചെയ്യുന്ന ബെറ്ററായിട്ട് കൊണ്ടുപോകുന്ന പ്രോസസ്സ് മാത്രമാണ് സ്പിരിച്വാലിറ്റി. അതിന് ദൈവത്തിനെ കൂട്ടുപിടിക്കുകയേ വേണ്ട. അമ്പലത്തിലോ പള്ളിയിലോ പോയിട്ട് ഇരിക്കുന്നതൊന്നും സ്പിരിച്വൽ ആണെന്നൊരു നിർബന്ധമില്ല. സ്പിരിച്വൽ ലൈഫിലോട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പാർട്ട്ണർ മിനിമം സ്പിരിച്വൽ ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പിരിച്വൽ തലത്തെ പറ്റിയുള്ളൊരു ബോധം അല്ലെങ്കിൽ എനർജീനെ പറ്റിയുള്ള സെൻസേഷൻ അത് നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ബോധം പ്രവർത്തന പദത്തിലോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ബോധം വികസിക്കുന്നതാണ് സ്പിരിച്വാലിറ്റി. നമ്മുടെ ബ്രെയിൻ എക്സ്പാൻഷനാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ബ്രെയിൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബോധം വികസിക്കുമ്പോൾ അറിവാണ് നമ്മളിലോട്ട് വരുന്നത്. അറിവാണ് ദൈവം. അതായത് ഈ അറിവിലെല്ലാം ഉണ്ട്. ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് എതിരെ വരുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങനെ നേരിടണം, ഞാനിനി എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അറിവിൽ നിന്നാണ് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത്. നമ്മുടെ അറിവ് കുറയുമ്പോഴോ അറിവ് തെറ്റുമ്പോഴോ ആണ് നമ്മൾ പലപ്പോഴും പോയി കുഴി ചാടുന്നത്. എന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ലൈഫിൽ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്.